നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ശനി 2026 ജൂലൈ 27 മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കുകയാണ്. ഈ ഒരു വക്രസഞ്ചാരം 2026 ഡിസംബർ 11 വരെ നീണ്ടു നിൽക്കുന്നതുമാണ്. ഏകദേശം 4.5 മാസക്കാലത്തോളം വരുന്ന ഈ ഒരു കാലഘട്ടം ഓരോ രാശിക്കാരെയും വ്യത്യസ്ത രീതിയിലായിരിക്കും ബാധിക്കുക. നമ്മുടെ ഈ വീഡിയോയിൽ ഇന്ന് പ്രത്യേകം പരിശോധിക്കുന്ന മിഥുനൻ രാശിക്കാരുടെ മകയിരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ ശനിയുടെ ഈ വക്രഗതി എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റിയാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ടകശനി കാലമാണ്. കർമ്മ ശനിയാണ്, 10ാം ഭാവത്തിലാണ് ശനി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിവയിലൊക്കെ ഈ കാലയളവിൽ എന്ത് മാറ്റങ്ങളൊക്കെ ആയിരിക്കും ഈ ശനിയുടെ വക്രഗതി കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോയിൽ ഇതെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ശനിയുടെ വക്രഗതി അഥവാ റെട്രോഗ്രേഡ് ചലനം എന്ന് പറഞ്ഞാൽ ശനി പുറകോട്ട് സഞ്ചരിക്കുന്നു എന്ന് അർത്ഥമില്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ശനി പുറകോട്ട് സഞ്ചരിക്കുന്നതായി തോന്നുന്ന ഒരു പ്രതിഭാസം ആണിത്. ഈ സമയത്ത് ശനിയുടെ ഊർജം വളരെ ശക്തമായിരിക്കും. ശനി സാധാരണ നൽകുന്ന ഫലങ്ങളിൽ ഒരു മന്ദഗതിയൊക്കെ ഈ സമയത്ത് വരാം. അല്ലെങ്കിൽ നമ്മൾ മുൻപ് ചെയ്ത കാര്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടിയൊക്കെ വരുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാം. മിഥുനൻ രാശിക്കാരുടെ 10ാം ഭാവമായ മീനത്തിലാണ് ശനി ഇപ്പോൾ വക്രഗതിയിൽ ആകുന്നത്. 10ാം ഭാവം എന്നാൽ തൊഴിൽ, പദവി, അധികാരം, കീർത്തി, കർമ്മരംഗം എന്നിവയൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ മാറ്റങ്ങൾ മിഥുനൻ രാശിക്കാരുടെ പ്രൊഫഷണൽ ജീവിതത്തെ ആണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത്. നമുക്ക് ഓരോ മേഖലയായിട്ട് ഇത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ തൊഴിൽ മേഖല പരിശോധിച്ചാൽ 10ാം ഭാവത്തിലെ ശനിയുടെ വക്രഗതി ജോലിയിൽ ചില താമസമൊക്കെ നേരിടാൻ കാരണമായേക്കാം. നിങ്ങൾ വലിയൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ചെറിയൊരു കാലതാമസമൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ശനി കർമ്മത്തിൻ്റെ ദേവനാണ്. നിങ്ങൾ ഇതിനകം ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജോലിയിൽ എവിടെയെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ വക്രഗതി കാലം നൽകുന്നത്. ഈ സമയത്തൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നവർ മേലധികാരികളുമായിട്ടൊക്കെ തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജോലി സ്ഥലത്തൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ സമയത്ത് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്ന് വിചാരിക്കുന്ന അത്ര ഒരു പിന്തുണ ലഭിക്കില്ല ഈ സമയത്ത്. അതുപോലെ ജോലി മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായ നല്ല അവസരങ്ങളൊക്കെ ലഭിക്കും. എങ്കിലും പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നതിന് മുൻപ് കൃത്യമായിട്ടൊക്കെയുള്ള ഒരു അന്വേഷണമൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ വലിയ തുകകളൊക്കെ പെട്ടെന്ന് നിക്ഷേപിക്കുന്നത് ഈ 4.5 മാസക്കാലത്തോളം ഒഴിവാക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ സുതാര്യതയൊക്കെ ഉറപ്പുവരുത്തേണ്ടതാണ്. പഴയ ഉപഭോക്താക്കളെയൊക്കെ തിരികെ കൊണ്ടുവരാൻ ഈ സമയം മികച്ച ഒരു സമയമാണ്. കഠിനാധ്വാനത്തിനൊക്കെ അനുസരിച്ചുള്ള ലാഭം വളരെ പതുക്കെ ഈ സമയത്ത് ലഭിക്കൂ. എങ്കിലും അത് ലഭിക്കുന്നത് സുസ്ഥിരമായ ഒരു ലാഭമായിരിക്കും. ഇനി സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വക്രഗതി കാലയളവ് ധനവരവൊക്കെ ഉണ്ടാകുമെങ്കിലും അനാവശ്യമായ ചിലവുകളും വരാൻ സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതുമൊക്കെ ഈ സമയത്ത് പരമാവധി കുറയ്ക്കുക. ഭൂമിയോ വീടോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ രേഖകളൊക്കെ കൃത്യമായി പരിശോധിച്ചതിനൊക്കെ ശേഷം പണമൊക്കെ നൽകേണ്ടതാണ്. തൊഴിൽ രംഗത്തുള്ള വരുമാനത്തിൽ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിലും അപ്രതീക്ഷിതമായ ചില കുടുംബ ചെലവുകളോ ആരോഗ്യപരമായ ചിലവുകളോ ഒക്കെ ബഡ്ജറ്റിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ എമർജൻസി ഫണ്ടൊക്കെ എപ്പോഴും കരുതുന്നത് നന്നായിരിക്കും. ഭാഗ്യപരീക്ഷണങ്ങൾക്കോ ഷെയർ മാർക്കറ്റിലെ വലിയ റിസ്കുകൾക്കോ ഒക്കെ ഈ സമയം അത്രയൊരു അനുയോജ്യമായ സമയവും അല്ല. ഇനി കുടുംബജീവിതത്തിലേക്കും കടന്നാൽ ശനിയുടെ 10ാം ഭാവത്തിലെ വക്രഗതി കാരണം ജോലിയിലെ അമിത ജോലിഭാരമൊക്കെ നിങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബാംഗങ്ങളുമൊക്കെ ആയിട്ട് കൂടുതൽ സമയമൊക്കെ ചിലവഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ ചെറിയ കാര്യങ്ങളെയൊക്കെ ചൊല്ലി വീട്ടിൽ അനാവശ്യമായ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. ദേഷ്യമൊക്കെ നിയന്ത്രിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ മിഥുനൻ രാശിക്കാർക്ക് വളരെ അത്യാവശ്യമാണ്.
ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകളെ സന്ധിവേദന അല്ലെങ്കിൽ അമിതമായ മാനസിക സമ്മർദ്ദമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ഒക്കെ ശ്രദ്ധിക്കുക. വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ അമിത വേഗതയൊക്കെ ഒഴിവാക്കേണ്ടതുമാണ്. ശനി വക്രഗതിയിലാണെന്ന് കരുതി ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. കാരണം ശനി എപ്പോഴും നമ്മളെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഈ കാലയളവിലെ ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കുന്നതിനും അനുകൂല ഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുക. അതുപോലെ ഹനുമാൻ ചാലിസ ദിവസവും അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കുന്നത് ശനിദോഷങ്ങളിൽ നിന്ന് വലിയൊരു ആശ്വാസമൊക്കെ ലഭിക്കുന്നതാണ്. ഈ 2026 ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെയുള്ള ഈ കാലയളവ് മിഥുനൻ രാശിക്കാർക്ക് കഠിനാധ്വാനത്തിൻ്റെ ഒരു കാലയളവായിരിക്കും. തിടുക്കപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാതെ ക്ഷമയോടെയും ആസൂത്രണത്തോടെയും ഒക്കെ മുന്നോട്ട് പോയാൽ ഈ ശനിയുടെ വക്രഗതി കാലം നിങ്ങളുടെ കരിയറിലെ നല്ലൊരു അടിത്തറയായി മാറുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.